പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിന് ഒരവസാനമുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം പറയും. ലോകത്തിന് ഒരു അവസാനമുണ്ടോ ഇല്ലയോ? ഉണ്ടെന്ന് എത്ര പേര് പറയുന്നു? അതെ, ഈ ലോകത്തിനൊരു അവസാനം ഉണ്ട് എന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചാൽ അറിയാം, ഈ ഭൂമി എല്ലാ കാലത്തും നിലനിൽക്കത്തില്ല. ഈ ഭൂമിയുടെ അടിയിലെ പെട്രോള് കുഴിച്ച് തീർന്നേ ഒക്കത്തുള്ളൂ. ജലക്ഷാമം കൊണ്ട് ഭൂമി എങ്ങും പൊറുതിമുട്ടുകയാണ്. ഭൂമിക്ക് കീഴിലുള്ള വെള്ളം കൂടെ നമ്മൾ കുഴിച്ചെടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. പട്ടണങ്ങൾ കെട്ടിടങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. റോഡുകൾക്കിനി വീതി കൂട്ടാൻ സ്ഥലമില്ല. ജനപ്പെരുപ്പം കൊണ്ട് ലോകം പൊറുതിമുട്ടുന്നു. കൃഷിയിടങ്ങൾ നശിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാ കാലത്തും എല്ലാവർക്കും കൊടുക്കാനുള്ള ഭക്ഷ്യവസ്തുക്കൾ എവിടുന്ന് ഉൽപ്പാദിപ്പിക്കുമെന്ന് സർക്കാരുകൾ തലപുകയുന്നു. എങ്ങനെ നോക്കിയാലും ഈ ഭൂമി, ഇവിടുത്തെ വ്യവസ്ഥിതി, ഇവിടെ ഇന്ന് കാണുന്ന കാര്യങ്ങൾ എവിടെങ്കിലും ചെന്ന് അവസാനിച്ചേ ഒക്കത്തുള്ളൂ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ ദൈവത്തിന്റെ വചനം മാത്രമല്ല, മറ്റ് പല മതഗ്രന്ഥങ്ങളും ഇന്നത്തെ വ്യവസ്ഥിതിക്ക് ഒരു തകർച്ച ഉണ്ടാകുമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഈ കാലത്തെക്കുറിച്ച് കലികാലമെന്നും ഇതിനൊരു അവസാനമുണ്ടാകും എന്നുമൊക്കെ ഭാരതീയ ചിന്താഗതികൾ വിളിച്ചു പറയുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ കാര്യങ്ങളെക്കുറിച്ച്, ലോകത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി ആധികാരികമായി പറയാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്വർഗത്തിൽ നിന്ന് വന്നവന് മാത്രമാണ്. ചേർന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ മൈക്രോഫോണിനെ കുറിച്ച് എനിക്കൊന്നും പറയാൻ അറിയില്ല. ഈ മൈക്രോഫോൺ നിർമ്മിച്ച കമ്പനി, ഇതിന് എന്ത് ആയുസ്സുണ്ട്, ഇതിനെ കൊണ്ട് എന്ത് ചെയ്യാം, എന്ത് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞെങ്കിൽ, ഞാനും നിങ്ങളും കാൽ ചവിട്ടി നിൽക്കുന്ന ഈ ഭൂമി, ഇതിനെ കൊണ്ട് എന്ത് ചെയ്യാം, ഇതിനെന്ത് വഹിക്കാം, ഇതിനെന്ത് വഹിക്കാൻ മേല, ഇതിന്റെ ഭാവി എന്തായിരിക്കും എന്ന് പറയുവാൻ കഴിയുന്നവൻ ഒരുവനേ ഉള്ളൂ. തൻ്റെ വചനം കൊണ്ട് ആകാശത്തെയും ഭൂമിയെ ഉളവാക്കിയ ദൈവം മാത്രം. ചേർന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ആകയാൽ നിങ്ങളിപ്പോൾ കേൾക്കാൻ പോകുന്ന വചനങ്ങൾ തോമസ് ഊട്ടി ബ്രദറിൻ്റെതല്ല. ഇന്ന് ഞാൻ വചനം പറയുമ്പോൾ കഴിവതും എൻ്റെ വാക്കുകൾ ഒഴിവാക്കി കേവലം ബൈബിളിൽ നിന്ന് ചില ഭാഗങ്ങൾ വായിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എന്നെ വായനയിൽ സഹായിക്കാൻ ബെന്നി ബ്രദർ ഒരുക്കമായിരിക്കുക. പ്രൈസ് ദി ലോർഡ്. 1 പത്രോസ് 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. എബ്രായ ലേഖനം 13-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളെ നടത്തുന്നവരെ ആദരിക്കുക, നിങ്ങളെ നടത്തിയവരെ നിങ്ങൾ ഓർക്കുക, അവരുടെ ജീവാവസാനം നിങ്ങൾ ഓർക്കുക. പറഞ്ഞാട്ടെ, എല്ലാറ്റിൻ്റെയും അവസാനം. 2, ജീവാവസാനം. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 11-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി വചനങ്ങൾ എഴുതിയിരിക്കുന്നു. നിങ്ങളുടെ കയ്യിലുള്ള ബൈബിളുകളിൽ നിന്ന് ഉയർത്തി കാണിച്ചോണ്ട് പറഞ്ഞാട്ടെ, ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി ഈ വചനങ്ങൾ എഴുതിയിരിക്കുന്നു. കരമടിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ലോകാവസാനം വന്നെത്തിയിരിക്കുന്നവർക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയ വേറെ ഒരു ഗ്രന്ഥവും ഈ ലോകത്തില്ല. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന തന്റെ ജനത്തിന് ബുദ്ധി ഉപദേശം എഴുതിയിരിക്കുന്ന ശാസ്ത്രീയ ഗ്രന്ഥങ്ങളോ മതഗ്രന്ഥങ്ങളോ തത്വശാസ്ത്ര ഗ്രന്ഥങ്ങളോ ശാസ്ത്രജ്ഞന്മാരെഴുതിയ ഗ്രന്ഥങ്ങളോ ലോകമെങ്ങും അറിയപ്പെടുന്ന ഒരു കഥാപുസ്തകമോ ലോകാവസാനം വന്നെത്തിയിരിക്കുന്നവർക്കുള്ളതല്ല. എന്നാൽ ലോകത്തിന്റെ അവസാനം വന്നെത്തിയ ജനങ്ങൾക്കായി ദൈവത്തിന്റെ തിരുവായിൽ നിന്ന് പുറപ്പെട്ട അരുളപ്പാടുകൾ രേഖപ്പെടുത്തിയ വചനങ്ങൾക്കായി ചേർന്ന് 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 കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു, ഈ ലോകത്തിനൊരു അവസാനമുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം ഇപ്പോൾ നമ്മൾ വായിക്കാൻ പോകുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ
കർത്താവായ യേശു ക്രിസ്തുവിനോട് തന്റെ ശിഷ്യന്മാർ ചോദിച്ച ചില ചോദ്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ ആദ്യം മുതലുള്ള വേദഭാഗം ശ്രദ്ധിച്ചാട്ടെ. യേശു ദേവാലയം വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാർ അവനെ ദൈവാലയത്തിന്റെ പണി കാണിക്കേണ്ടതിന് അവന്റെ അടുക്കൽ വന്നു. അവൻ അവരോട്, ഇതെല്ലാം കാണുന്നില്ലേ? നിങ്ങൾ കാണുന്നില്ലേ? മനോഹരമായി പണി കാണുന്നില്ലേ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല്, അതിന്റെ പുറമേ കാണുന്ന സൗന്ദര്യമേ ഉള്ളൂ. സ്തോത്രം. ദൈവമായവൻ അതിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നു. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ദൈവത്തിന്റെ മക്കളെ, നമ്മളൊരു ദേവാലയം എത്ര മനോഹരമായി പണിതാലും ദൈവം അതിനകത്തില്ലെങ്കിൽ എന്തോ ഗുണം? ഇവിടെ ഇതാ ദൈവപുത്രൻ അതിൽ നിന്ന് ഇറങ്ങിപ്പോയ ദേവാലയത്തെ നോക്കി യേശു പറയാണ്, ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അന്ന് യഹൂദന്മാരാരെങ്കിലും കേട്ടാൽ അത് വിശ്വസിക്കില്ല. റോമൻ കൈസറുടെ കീഴിൽ സ്വസ്ഥമായി, ഒരു വശത്ത് സ്വസ്ഥതയില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഭരണകൂടമായ റോമൻ ഗവൺമെന്റിന്റെ കീഴിലിരിക്കുന്ന യഹൂദന്മാർ ഈ ദേവാലയം ആര് നശിപ്പിക്കാനാ? ഞങ്ങളിപ്പോ റോമക്കാർക്ക് കരവും കപ്പവും കൊടുക്കുന്നുണ്ട്, അവർ ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്, റോമൻ പോലീസ് ഇവിടെ ഉണ്ട്, റോമൻ ഭരണകൂടം ഇവിടെ ഉണ്ട്, ആര് വന്ന് നശിപ്പിക്കാനാ എന്നവർ അഹങ്കരിച്ചു. എന്നാൽ ദൈവപുത്രന്റെ വാക്ക് തെറ്റിപ്പോകത്തില്ല. യേശു ഇത് പറയുന്നത് AD 30-ലാണെങ്കിൽ ഒരൊറ്റ തലമുറ കഴിഞ്ഞപ്പോൾ ഇവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതിയുടെ മേലും വരട്ടെ എന്ന് പറഞ്ഞെങ്കിൽ അവരുടെ സന്തതി ഒരു തലമുറ 40 വർഷമാണ്. കൃത്യം 40 വർഷം കഴിഞ്ഞ് AD 70-ൽ ഇവരെ സംരക്ഷിച്ചു കൊണ്ടിരുന്ന റോമാക്കാര് തന്നെ ഇവർക്കെതിരായി മാറി. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. നോക്കൂ, ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ശേഷിക്കില്ല എന്ന വചനം AD 70-ൽ 40 വർഷം കഴിഞ്ഞപ്പോൾ പിന്നീട് റോമൻ കൈസറായതും അന്ന് റോമൻ സൈന്യാധിപനുമായിരുന്ന തീത്തോസ്, നിങ്ങളുടെ ബൈബിളുകളിൽ അതിന്റെ പടം കാണാം. ചില ബൈബിളുകളിൽ തീത്തോസ് പിടിച്ചെടുത്ത ദേവാലയ ഉപകരണങ്ങളുടെ പടം. തീത്തോസ് വന്ന റോമൻ കൈസറുടെ പ്രതിനിധിയായി വന്ന് ആ യെരുശലേം നഗരത്തെ ചുട്ടുകളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ചരിത്രം പറയുന്ന ഒരു പടയാളി കത്തിച്ചിട്ട പന്തം യെരുശലേം ദേവാലയത്തെ കത്തിച്ചു. അതിനുള്ളിലുണ്ടായിരുന്ന ആ സ്വർണമൊക്കെ ഉരുകി താഴോട്ടിറങ്ങി. അങ്ങനെ ഉരുകി താഴോട്ടിറങ്ങിയ സ്വർണം എടുക്കാൻ വേണ്ടി അതിന്റെ കല്ലുകൾ മുഴുവൻ ഇടിച്ച് അതിന്റെ അടിത്തറ വരെ മാന്തി അതിന്റെ ഓരോ കല്ലും വേർപെടുത്തി എന്നാണ് ചരിത്രം പറയുന്നത്. കല്ല് കല്ലിന്മേൽ ശേഷിക്കാതെ വണ്ണം ഈ ദേവാലയം നശിച്ചു പോകുമെന്ന് എന്റെ യേശു പറഞ്ഞെങ്കിൽ അത് ചരിത്രത്തിൽ നിവൃത്തിയായി. ബൈബിളിൽ അത് എഴുതിയിട്ടില്ല സംഭവം, ചരിത്രം അത് വിളിച്ചു പറയുന്നെങ്കിൽ എന്റെ യേശുവിന്റെ വാതുറന്ന് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും നടന്നേ പറ്റത്തുള്ളൂ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഈ തിരുവചനത്തിൽ കാണുന്ന കാര്യങ്ങൾ ലോകത്തിലെ ഒരു ഗവൺമെന്റ് പാസാക്കിയതല്ല, പാർലമെന്റ് പാസാക്കിയതല്ല, ലോകത്തിലെ അധികാരികൾ പാസാക്കിയതല്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ലോക സ്ഥാപനത്തിന് മുമ്പേ സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് പാസാക്കിയ ഒരൊറ്റ വാക്കുപോലും മാറത്തില്ല. യേശു പറഞ്ഞു, ആകാശം മാറിപ്പോകും, ഭൂമി മാറിപ്പോകും, എന്റെ വായിലെ ഒരൊറ്റ വാക്ക് പോലും മാറിപ്പോകത്തില്ല. കരമടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ പറഞ്ഞ് ആത്മാവിൽ നിറഞ്ഞ് എല്ലാവരും കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത കാലം ഈ ദേവാലയത്തിന് വരുന്നു. അടുത്ത വാക്യം, അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്നു. ശിഷ്യന്മാർ തനിച്ച് യേശുവിന്റെ അടുക്കൽ വന്നു. ഇപ്പൊ ആരൊക്കെ ഉള്ളൂ? യേശുവും ശിഷ്യന്മാരും മാത്രം. കർത്താവ് ഒരു പത്രസമ്മേളനം വിളിച്ചല്ല ലോകത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞത്, ലോക പാർലമെന്റിലല്ല പറഞ്ഞത്, അന്ന് റോമൻ കൈസറുടെ അടുക്കൽ പോയി അല്ല പറഞ്ഞത്, അന്നത്തെ ശാസ്ത്രജ്ഞന്മാരോടല്ല പറഞ്ഞത്. ഇത് പറഞ്ഞത് തൻ്റെ മക്കളോട് മാത്രം. ഇന്ന് എന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഉള്ളിൽ ഇത് സത്യമാണെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങളും ദൈവത്തിന്റെ മക്കളാണ്. ചേർന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. എന്നെ TV-യിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹിത, ഈ ശബ്ദം കേൾക്കുമ്പോൾ ഇത് തോമസ് ഊട്ടി ബ്രദറിന്റെ ശബ്ദമല്ല, ദൈവപുത്രനായ യേശു തമ്പുരാൻ ഈ ലോകത്തിന്റെ കാര്യപരിപാടികൾ
ഒരു ഗവൺമെന്റിനോട് പറയാതെ, ഒരു പത്രസമ്മേളനത്തിൽ പറയാതെ, വിളിച്ചൊരു കുന്നിൽ നിന്നുകൊണ്ട് 12 മുക്കുവന്മാരോട് വിളിച്ചു പറഞ്ഞ കാര്യം, നിങ്ങളുടെ കാതിൽ എന്തോ കൊണ്ടുവരുന്നെങ്കിൽ, നിങ്ങളുടെ അകത്തൊരു ജ്വലനം വരുന്നെങ്കിൽ, നിങ്ങളും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. യേശു തന്റെ പ്രവൃത്തി വേഗം ചെയ്യുവാൻ പോകുകയാണ്. നിങ്ങളെയും അവൻ രക്ഷിക്കുകയാണ്. ചേർന്ന് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. വീണ്ടും കർത്താവിനെ സ്തുതിച്ചാട്ടെ. അവർ ശിഷ്യന്മാർ മാത്രമുള്ളപ്പോൾ, വായിച്ചാട്ടെ, അത് എപ്പോൾ സംഭവിക്കും എന്നും. ഒന്നുകൂടെ ഭാഗം വായിച്ചാട്ടെ. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്നു. തനിച്ച് അടുക്ക വന്നു. അത് എപ്പോൾ സംഭവിക്കും എന്നും. ഗുരു, ഞങ്ങളുടെ 3 ചോദ്യത്തിന് മറുപടി തരണം. 1, നീ പറഞ്ഞ യെരുശലേമിന്റെ നാശം എപ്പം സംഭവിക്കുമെന്നും, നിന്റെ വരവിനും നിന്റെ മടങ്ങി വരവിനും. യേശുക്രിസ്തു വീണ്ടും വരുമെന്ന് ശിഷ്യന്മാർക്ക് അറിയാമായിരുന്നു. അതറിയാമോ എന്ന് അടുത്തിരിക്കുന്ന ആളോടൊന്ന് ചോദിച്ച്. നിന്റെ വരവിനും പിന്നെ ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. നിർത്തിയാട്ടെ. 3 സുപ്രധാന ചോദ്യങ്ങൾ. 1, ജെറുസലേമിന്റെ നാശം എപ്പോൾ സംഭവിക്കും? 2, യേശുവിന്റെ വരവ് എപ്പോൾ സംഭവിക്കും? 3, ഈ ലോകത്തിന്റെ അവസാനം. പറഞ്ഞ ലോകാവസാനം. അത് ശിഷ്യന്മാർക്ക് അറിയാമായിരുന്നു, യഹൂദന്മാർക്ക് അറിയാമായിരുന്നു. ഭാരതത്തിലെ പല പുരാണങ്ങൾക്കും വളരെ വ്യക്തമാണ് ഇതിനൊരു അവസാനമുണ്ടെന്ന്. പക്ഷെ ഇത് എപ്പോൾ സംഭവിക്കുമെന്ന് പറയാൻ അധികാരമുള്ള ഒരുവനെ ഉള്ളൂ. അവന്റെ പേരാണ് നസ്രായനായ യേശു. കരമടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു അതിന് പറഞ്ഞ മറുപടി മത്തായി 24 നമ്മൾ വായിച്ച അവിടെ ഉണ്ട്. മർക്കോസ് 13-ാം അധ്യായത്തിലുണ്ട്. ലൂക്കോസ് 21-ാം അധ്യായത്തിലുണ്ട്. നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി. കർത്താവ് പറഞ്ഞു, ഈ ജെറുസലേംകാരെ സൈന്യങ്ങൾ വന്ന് വളയും. യെരുശലേമിലുള്ളവർ ഓടും. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി അന്ന് ഗർഭിണികൾക്കും മുല കുടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം, കൊച്ചിനെ എടുത്തോണ്ട് ഓടാനൊക്കില്ല. അതുപോലെ റോമൻ സൈന്യം വന്ന് ഇതിനെ കവർ ചെയ്യും. അന്ന് റോമാക്കാരുടെ പ്രൊട്ടക്ഷനിൽ ഇരിക്കുന്നവരോട് പറയാണ്, നിങ്ങളെ ഇന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നവർ നിങ്ങളെ തകർക്കാൻ വരാൻ പോവാ. അത് AD 70 സംഭവിച്ചു. 2ാമത്തെ ചോദ്യത്തിന്റെ മറുപടിയും ഈ 3 അധ്യായങ്ങളുണ്ട്. നിന്റെ വരവ്, 3 ലോകാവസാനം. അത് 3 ഘട്ടങ്ങളിൽ സംഭവിക്കുന്ന ഇതിന് അടയാളം പറഞ്ഞു തരണം. അന്നേരം യേശു പറഞ്ഞതാണ്, ജാതി ജാതിയോട് എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും അവിടെ ഇവിടെ ഉണ്ടാവും. ഒരിക്കലും കേട്ടിട്ടില്ലാത്ത രോഗങ്ങൾ അന്ത്യകാലത്ത് വരും. എയ്ഡ്സ് പോലെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം നിമിത്തം കടല് മുഴങ്ങി ലോകക്കാര് മുഴുവൻ പരിഭ്രമിക്കുന്ന പോലുള്ള പ്രശ്നം കടലിലുണ്ടാവും. അതാ ഈ ദിവസങ്ങളിൽ നമ്മുടെ ദേശത്ത് സംഭവിച്ചത്. എന്നിട്ടോ അനേക കാര്യങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു, ഇതൊക്കെ സംഭവിച്ചു തുടങ്ങുമ്പോൾ ഓർത്തോണം, നിങ്ങൾ കലങ്ങണ്ട, എന്നിൽ വിശ്വസിച്ച മക്കളെ, നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്ത് വന്നിരിക്കുന്നു. പക്ഷേ ദൈവസഭയോടും ഒരു പ്രബോധനമുണ്ട്. അനേകനെ അറിഞ്ഞു വിശ്വാസത്തിൽ വന്ന് ഇന്ന് ജീവിത വിഷയങ്ങളിൽ അങ്ങ് കിടക്കുക. നോഹയുടെയും ലോത്തിന്റെയും കാലം പോലെ മനുഷ്യപുത്രന്റെ നാളിലും ആവും. തെരഞ്ഞെടുക്കപ്പെട്ടവർ എന്ന് പറയുന്ന ദൈവമക്കൾ തന്നെ വിവാഹം കഴിപ്പിച്ചും വിവാഹത്തിന് കൊടുത്തും വിറ്റും നട്ടും അങ്ങനെ ലോകകാര്യം മാത്രം അന്വേഷിച്ച് കർത്താവിന്റെ വരവ് അങ്ങ് മറന്നു പോകാൻ സാധ്യതയുണ്ട്. ജലപ്രളയം വന്ന് അവരെ നീക്കിക്കളയുവോളം അറിഞ്ഞില്ല. മദ്രാസിൽ നമ്മുടെ സഹോദരന്മാർ വന്നപ്പോൾ എന്നോട് പറയായിരുന്നു, പത്രങ്ങളിലൊന്നും വന്ന എണ്ണമല്ല, 10,000-കണക്കിന് ആൾക്കാർ മെറീന ബീച്ചിലെ 8 കിലോമീറ്റർ നീളത്തിൽ മദ്രാസിൽ ആ ഞായറാഴ്ച പകൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്നു, മണലിൽ കിടന്ന് ഉറങ്ങിയിരുന്നു, വണ്ടി കളിച്ചു പഠിച്ചിരുന്നു. അവരറിഞ്ഞില്ല 80 അടി പൊക്കത്തിലുള്ള തിരമാലയുടെ കീഴിലാണ് ഞങ്ങൾ കളിക്കുന്നതെന്ന്. അതുപോലെ ലോകം നിർവിചാരികളായിട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ലോകമേ തിരിച്ചറിയുക,
ഇന്ന് ശാസ്ത്രജ്ഞന്മാരെ നമ്മൾ കുറ്റം ചുമത്തുന്നു. സുനാമി പ്രവചിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ ലോകത്ത് നടക്കുന്ന എല്ലാം പ്രവചിക്കാൻ ഒക്കത്തില്ല. പക്ഷെ എൻ്റെ യേശു ചില കാര്യങ്ങൾ പ്രവചിച്ചിട്ടുണ്ട്. ചേർന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ആരെല്ലാം പ്രവചിച്ചാലും ചില കാര്യങ്ങൾ സംഭവിക്കും. എന്നാൽ വ്യക്തിപരമായി ഒരുങ്ങുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുക. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഈ വചനം കേട്ട് ആരും ഭയപ്പെടണ്ട, നമ്മുടെ നാഥൻ വരാറാ. ചേർന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. അങ്ങനെ കർത്താവായ യേശു തൻ്റെ വരവിനിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞത് ഒരു 5, 6, 7 ആയിട്ട് വിഭജിക്കുന്നുണ്ട്. യേശു ക്രിസ്തു അന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ നമ്മളൊന്ന് പിരിച്ചു പഠിച്ചാൽ, 1, ഈ പ്രപഞ്ചത്തിന് സംഭവിക്കാൻ പോകുന്നവ. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ. 2, മനുഷ്യ സ്വഭാവത്തിന് വരുന്ന മാറ്റങ്ങൾ, ധാർമ്മിക ലക്ഷണങ്ങൾ, ലോകാവസാനത്തിന് മുമ്പ് വരുന്ന മാറ്റങ്ങൾ. 3, ശാസ്ത്രരംഗത്തുണ്ടാകുന്ന കണ്ടുപിടുത്തങ്ങൾ, മാറ്റങ്ങൾ വചനത്തിൽ പറയുന്നുണ്ട്. 4, ആത്മീയ ലക്ഷണങ്ങൾ. പറഞ്ഞാട്ടെ. അഥവാ ഒരു വശത്ത് ഉണർവ് നടക്കുമ്പോൾ മറുവശത്ത് സഭ തന്നെ ഏറ്റവും ആത്മീയമായി തകർന്ന് സാക്ഷ്യമില്ലാതാവും. 5, രാഷ്ട്രീയ ലക്ഷണങ്ങൾ. പറഞ്ഞാട്ടെ. ലോക രാഷ്ട്രങ്ങളിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ. 6, യഹൂദ ജനതയ്ക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ. പറഞ്ഞാട്ടെ. ലോകത്തെ നിയന്ത്രിക്കുന്നൊരു ദൈവമുണ്ട്, ചരിത്രത്തെ നിയന്ത്രിക്കുന്നൊരു ദൈവമുണ്ട്. ഈ ലോകത്തിനൊരു അന്ത്യമുണ്ട്, ഇതിനൊരു തുടക്കമുണ്ട്. ഇതെല്ലാം ദൈവത്തിന്റെ പദ്ധതി പ്രകാരമാണ് മുമ്പോട്ട് നീങ്ങുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവം ലോകത്ത് ചെയ്യുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയുവാൻ ദൈവം ഒരു ജനതയെ ലോകത്ത് നിർത്തിയിട്ടുണ്ട്. അവരുടെ പേരാണ് ഇസ്രായേൽ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് ഈ ലോകത്തെക്കുറിച്ചും നമ്മുടെ ജീവിതത്തെക്കുറിച്ചും ഒരു പ്രോഗ്രാം ഉണ്ട്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. നമ്മൾ ആ പ്രോഗ്രാമിലാകുമ്പോൾ നമ്മുടെ ജീവിതം ഭംഗിയാവും. ഈ ലോകത്ത് ദൈവം ചെയ്യുവാൻ പോകുന്ന പ്രോഗ്രാം എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? ഇപ്പൊ ഇവിടെ ഈ മീറ്റിംഗ് നടക്കുമ്പോൾ തങ്കു ബ്രദർ ഇപ്പോൾ ചാടി എഴുന്നേറ്റ് എന്തെങ്കിലും കൈ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും പ്രോഗ്രാം മാറാൻ പോവാണ്. തോമസ് കുട്ടി വെറുതെ മൈക്ക് ഇങ്ങോട്ട് തരണം, നമ്മൾ വേറെ അത് നിങ്ങൾ മനസ്സിലാവും. ഇതുപോലെ ഈ ഭൂമിയെ മുഴുവൻ നിയന്ത്രിക്കുന്ന ദൈവം, ചരിത്രത്തെ നിയന്ത്രിക്കുന്ന ദൈവം ഇടയ്ക്ക് ചാടി എഴുന്നേക്കുന്ന കാണാനുള്ള കണ്ണ് നമുക്കുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ചില വിശ്വാസികളാണെങ്കിൽ വരുമ്പം മുതലേ വാച്ചയെ നോക്കിക്കൊണ്ടായിരിക്കുന്നത്, എപ്പോഴാ 1 മണിയാന്ന്. ഇവിടെ അതില്ലാത്തതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കും. അപ്പൊ ദൈവം തമ്പുരാൻ ഈ ലോകത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെ എന്താ ഇനി അടുത്ത ദൈവം ചെയ്യാൻ പോകുന്നെന്ന് അറിയുവാൻ നമ്മൾ സൂചിയിൽ നോക്കുന്ന പോലെ, ക്ലോക്കിന്റെ സൂചിയിൽ നോക്കുന്ന പോലെ നോക്കിക്കണ്ട് തിരിച്ചറിയാവുന്ന ഒരു ജനമുണ്ട്. അതാരാന്നറിയാമോ? ഇസ്രായേൽ. കർത്താവായ യേശു ക്രിസ്തു താനായി പറഞ്ഞ ഒരു വാക്യം ഞാൻ വീണ്ടും വായിക്കാൻ പോകുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിലേക്ക് വന്നാട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം ബെന്നി ബ്രദർ മുൻപോട്ട് കടന്നു വന്നൊന്ന് വായിച്ചാട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 24-ാം വാക്യം. അവർ വാളിന്റെ വായ്ത്തലയാൽ വീഴുകയും അവരെ സകല ജാതികളിലേക്കും ബദ്ധരായി കൊണ്ടുപോവുകയും ജാതികളുടെ കാലം തികയുവോളവും ജാതികൾ യെരൂശലേം ചവിട്ടിക്കളയുകയും ചെയ്യും. ശ്രദ്ധിക്കുക, ഈ വേദഭാഗം യഹൂദനെ കുറിച്ച്, ഇസ്രായേൽ മക്കളെ കുറിച്ച് ഈ വേദഭാഗം വളരെ വ്യക്തമായി കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുകയാണ്. ഈ ജനം, യഹൂദ ജനം, അവർ വാളിന്റെ വായ്ത്തലയാൽ വീഴുകയും അവരെ സകല ജാതികളിലേക്കും, സകല നേഷൻസിലേക്കും എന്നാണ് ഇംഗ്ലീഷിൽ, സകല രാജ്യങ്ങളിലേക്കും ബദ്ധരായി കൊണ്ടുപോവുകയും അവരെ ബന്ദികളായി കൊണ്ടുപോവുകയും ചെയ്യും. അടുത്ത വാക്യം. ജാതികളുടെ കാലം തികയുവോളവും ജാതികൾ യെരൂശലേം ചവിട്ടിക്കളയുകയും ചെയ്യും. ജാതികളുടെ കാലം തികയുവോളം ജാതികൾ യെരൂശലേം ചവിട്ടി. ഇവിടെ വളരെ വ്യക്തമായി കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ വേദഭാഗമാണ് നമ്മൾ വായിച്ചത്. AD 70 ഇത് നിവൃത്തിയായി. AD 30 കർത്താവായ യേശു ക്രിസ്തു നിന്നുകൊണ്ട് പറയുകയാണ്, യഹൂദ ജനങ്ങളെ ലോകത്തിലെമ്പാടും ബന്ധിതരായി, ബദ്ധരായി അവരെ കൊണ്ടുപോവുകയും
എന്നാൽ ജാതികളുടെ കാലം തികയുമ്പോൾ അവരെ മടക്കി വരുത്തുകയും ചെയ്യും. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ആ കർത്താവ് പറഞ്ഞ പ്രവചനം AD 70 കൃത്യം 40 വർഷം കഴിഞ്ഞപ്പോൾ, ക്രിസ്തു ഈ പ്രവചനം പറഞ്ഞ് കൃത്യം 40 വർഷം കഴിഞ്ഞപ്പോൾ അത് സംഭവിച്ചു. യേശു ക്രിസ്തു ഒരു യഹൂദനായിട്ടായി ലോകത്ത് വന്നു. യഹൂദൻ എന്താ വിശേഷത? റോമാലേഖനം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, യഹൂദൻ എന്ത് വിശേഷത? ആ വേദഭാഗം ഒന്ന് വായിച്ചാട്ടെ. റോമാലേഖനം 3-ാം അധ്യായം 1-ാം വാക്യത്തിലും റോമാലേഖനം 9-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴും യഹൂദന്റെ പ്രത്യേകത അവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ ചിലപ്പം ചോദിച്ചേക്കും, യഹൂദൻ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? പക്ഷേ വചനത്തിൽ വായിച്ചാട്ട് റോമാലേഖനം 3-ന്റെ 1 മുതൽ, എന്നാൽ യഹൂദന് എന്തു വിശേഷത? യഹൂദൻ എന്ത് വിശേഷത? അല്ല, പരിച്ഛേദനയാൽ എന്തു പ്രയോജനം? സകല വിധത്തിലും വളരെ ഉണ്ട്. ഒന്നാമത്, ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നത് തന്നെ മതി. ലോകത്തിലെ സകല ജനതകളിലും അവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ ദൈവത്തെക്കുറിച്ച് കാണാം. എന്നാൽ ദൈവം ഈ ലോകത്ത് ചെയ്യാൻ പോകുന്ന കാര്യപരിപാടികൾ, ആ ദൈവത്തിന്റെ അരുളപ്പാടുകൾ, ദൈവത്തിന്റെ പദ്ധതികൾ യഹൂദ ജനത്തെ ദൈവം ഏൽപ്പിച്ചു. ഇനി അതിന്റെ 9-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നാം വായിക്കുന്നത് ശ്രദ്ധിച്ചാട്ടെ. അവർ ഇസ്രായേലിയർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളതാ. അതേ റോമാലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ്, അവർക്ക് പല പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും, ദൈവം തെരഞ്ഞെടുത്ത കാര്യത്തിൽ അവർക്ക് പ്രത്യേകതയുണ്ടെങ്കിലും അവർക്ക് വാസ്തവത്തിൽ ഒരു പ്രത്യേകതയും ഇല്ല എന്ന് അതിന്റെ 9-ാം വാക്യത്തിൽ പറയുകയാണ്. 1-ാം വാക്യത്തിൽ പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞിട്ട് 9-ാം വാക്യം വായിച്ചേ, റോമർ 3-ന്റെ 9. ആകയാൽ എന്ത് നമുക്ക് വിശേഷതയുണ്ടോ? യഹൂദനായ പൗലോസ് പറയാണ്, നമുക്ക് ഇസ്രായേൽക്കാർക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിന് കീഴാകുന്നു എന്ന് നാം മുമ്പേ തെളിയിച്ചുവല്ലോ. മതി. പ്രൈസ് ദി ലോർഡ്. ലോകം മുഴുവൻ പാപത്തിൽ പോയപ്പോൾ, ദൈവത്തിന്റെ വഴി വിട്ടു പോയപ്പോൾ, പാപത്തിൽ നിന്ന് മാനവജാതിയെ ഉദ്ധരിക്കുവാൻ ദൈവം തന്റെ പുത്രനെ അയക്കുവാൻ പദ്ധതിയിട്ടു. അതിനുവേണ്ടി തെരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണ് അബ്രഹാം. അവന്റെ സന്തതി പരമ്പരയാണല്ലോ യഹൂദന്മാർ. ആ യഹൂദന്മാരുടെ മധ്യത്തിൽ ക്രിസ്തുവിനെ അവതരിപ്പിച്ച് ആ ക്രിസ്തുവിലൂടെ മറ്റെല്ലാ ജനതകളെയും രക്ഷിക്കുകയാണ് ദൈവത്തിന്റെ പ്രോഗ്രാം. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. യേശു ക്രിസ്തു യഹൂദന്റെ ദൈവമല്ല. യേശു ക്രിസ്തു ക്രിസ്ത്യാനിയുടെ ദേവനല്ല. യേശു ക്രിസ്തു ഒരു ജനവർഗത്തിന്റെ ദൈവമല്ല. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം മുഴു ലോകത്തെയും സ്നേഹിച്ചു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവന് അധികാരം കൊടുത്തു. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ദൈവത്തിന്റെ പ്രോഗ്രാമിൽ യഹൂദന് പ്രത്യേകതയുണ്ട്. പക്ഷെ ദൈവത്തോട് പാപം ചെയ്ത വിഷയത്തിൽ യഹൂദനും നമ്മളെല്ലാം ഒരുപോലെ പാപം ചെയ്തു. എന്നാൽ ദൈവം മാനവജാതിയെ രക്ഷിക്കുന്ന പ്രോഗ്രാം തന്റെ പുത്രനിലൂടെ ചെയ്യുവാൻ അവിടുന്ന് പദ്ധതിയിട്ടതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുക. ചേർന്ന് വീണ്ടും കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. അങ്ങനെ ലോകത്ത് ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് യേശു ക്രിസ്തു പറയുമ്പോൾ പറയുകയാണ്, ഈ ജനതയെ, യഹൂദ ജനതയെ ചില നാളുകൾക്കകം ലോകമെമ്പാടും ചിതറിക്കുവാൻ പോകുകയാണ്. പക്ഷെ ജാതികളുടെ കാലം തികയുമ്പോൾ അതേ യഹൂദനെ മടക്കിക്കൊണ്ടുവരാൻ പോകുകയാണ്. എന്താണ് ഈ ജാതികളുടെ കാലം? ജാതികളുടെ കാലം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ഏത് മഹാപാപിക്കും, ഏത് വേശ്യയ്ക്കോ, ഏത് ചുങ്കക്കാരനോ, ഏത് പാപിക്കോ, ഏത് കൊലയാളിക്കോ, ഏത് കള്ളനോ മാനസാന്തരത്തോടെ യേശുവേ എന്ന് വിളിച്ചാൽ ഒരു നേർച്ചയോ ഒരു കാഴ്ചയോ ഒന്നും ദൈവത്തിന് കൊടുക്കാതെ, ഒരു മൃഗത്തെ യാഗം കഴിക്കാതെ സൗജന്യമായി രക്ഷിക്കുന്ന കാലം. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വീണ്ടും കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇപ്പോൾ ആകുന്നു സുപ്രസാദകാലം. ഇത് തന്നെയാണ് രക്ഷാസമയം. ആർക്കും കടന്നു വരാം. ഇന്ന് ആരെയും കർത്താവ് തള്ളിക്കളയത്തില്ല. കുഷ്ഠരോഗിക്കോ, പാപിക്കോ, കൊള്ളരുതാത്തവനോ, ജയിലിൽ കിടന്നവനോ, കൊലയാളിക്കോ, നിങ്ങൾ ആരുമായി കൊള്ളട്ടെ, യേശുവേ എന്ന് വിളിച്ചാൽ ആരെയും അവൻ തള്ളിക്കളയത്തില്ല. അതുകൊണ്ടാണ് മറ്റൊരു പ്രസിദ്ധമായ ഗാനമുണ്ട്, കൈക്കൊള്ളാതെ തള്ളുമെന്ന് വേണ്ട
സംശയം രക്ഷിതാവു നിന്നെ കാത്തിരേ ഇന്നു തന്നെ യേശു നിന്നെ രക്ഷിപ്പാനായി കാക്കുന്നു. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, വാവങ്കൽ നീന്ന്. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, വാവങ്കൽ നീന്ന്. രണ്ട് കൈകളും വിരിച്ചു പിടിച്ചുകൊണ്ട് ലോകത്തോട് യേശു പറയണം, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ, നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവേ. ചേർന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ആർക്കും ചെല്ലുവാൻ ഒരു സ്ഥലം, എല്ലാവരെയും വിളിക്കുന്ന ഒരു യേശു. ഹല്ലേലൂയ. യേശു വിളിക്കുന്നു, യേശു അതാണ് എല്ലാവർക്കും കയറാവുന്ന കാലം. അതാണ് സുപ്രസാദ കാലം. അതിനെക്കുറിച്ചാണ് 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ ആദ്യ വേദഭാഗങ്ങൾ വായിക്കുന്നു. ഇപ്പോളാകുന്നു സുപ്രസാദ കാലം, ഇത് തന്നെ രക്ഷാസമയം. ഏത് പാപിക്കും കടന്നു വരാം, ഏത് തകർന്നവനും കടന്നു വരാം. ഇന്ന് ഈ ഗ്രൗണ്ടിൽ കടന്നു വന്നിരിക്കുന്ന നിങ്ങൾ ആരായിരുന്നാലും, നിങ്ങളുടെ പേരെന്തായിരുന്നാലും, നിങ്ങളുടെ അഡ്രസ് എന്തായിരുന്നാലും, നിങ്ങളുടെ ചരിത്രം എന്തായിരുന്നാലും, നിങ്ങളുടെ മാതാവാരങ്ങളും, നിങ്ങൾ ഏത് അവസ്ഥയിൽ വന്നതാണെങ്കിലും യേശു പറയുന്നു, നിന്നെ ഞാൻ വിടുവിപ്പാൻ ആഗ്രഹിക്കുന്നു. നീ ഇവിടെ വന്നതല്ല, ഞാൻ നിന്നെ സ്നേഹിച്ചത് കൊണ്ട് ഞാൻ നിന്നെ മാടി വിളിച്ചതത്രേ. തകർന്ന ജീവിതമേ, നിരാശയാൽ വന്നവനെ, ആത്മഹത്യക്കായി ജീവിതത്തെ തകർത്ത് കളയാം എന്ന് വിചാരിക്കുന്നവനെ, ഓ നിന്റെ കാലമാണിത്. കൈകൊടുത്ത് പറഞ്ഞാട്ടെ, നിന്റെ കാലമാണിത്, നിങ്ങളുടെ കാലമാണിത്. ഇത് നിന്റെ സമയമാണ്. This is your time. This is your time. ഇത് നിന്റെ സൗഖ്യത്തിന്റെ സമയം, ഇത് നിന്റെ വിടുതലിന്റെ സമയം, ഇത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്ന സമയം, ഇത് വിടുതൽ സൗജന്യമായി ലഭിക്കുന്ന സമയം, ഇത് ഉയർച്ചയുടെ സമയം, ഇത് കടഭാരം മാറുന്ന സമയം, ഇത് നിത്യജീവൻ ലഭിക്കുന്ന സമയം, ഇത് തന്നെ ദൈവത്തിന്റെ സമയം. This is the accepted time of the Lord. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. Hallelujah, hallelujah, hallelujah. Praise the Lord. അല്ല, നീ ഒരു പിന്മാറ്റക്കാരനാണോ? അല്ല, നീ ദൈവവേല ചെയ്തിട്ട് ഒരു പാസ്റ്ററായിരുന്നിട്ട് ഒരു സുവിശേഷകനായിരുന്നിട്ട് ഇന്ന് പിന്മാറ്റത്തിലാണോ? നിന്നെയും വിളിക്കുന്നു. This is your time. This is your time. This is your time. ഇത് നിന്റെ സമയമാണ് സഹോദരാ, നിന്റെ സമയമാണ്. നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, സ്നേഹവാനായ യേശു കൈ നീട്ടി വിളിക്കുന്നു. യഹൂദന്മാരെയല്ല, ക്രിസ്ത്യാനികളെയല്ല, സ്വർഗീയ വിരുന്നുകാരെയല്ല, ലോകത്ത് എന്നെ കേൾക്കുന്ന ഏതൊരു വ്യക്തിയെയും 2 കരവും നീട്ടി അവൻ വിളിക്കുകയാണ്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഒരു ദൈവമുണ്ടോ? ഒരു ദൈവമുണ്ടോ? ഞാൻ എനിക്ക് തോന്നിയവാസം ജീവിക്കും. ആമേൻ. വ്യക്തി, നീ അങ്ങനെ പറയുന്നെങ്കിൽ ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്കൂളിൽ ടൈം ടേബിൾ എഴുതുന്നത് പോലെ, കുട്ടികൾ സ്കൂളിലെ ഡെയിലി ഷെഡ്യൂൾ എഴുതുന്നത് പോലെ എന്റെ ദൈവം കാലങ്ങളെ തിരിച്ചിട്ടുണ്ട്. കാലങ്ങളെ തിരിച്ചിട്ടുണ്ട്. ഒന്ന് യഹൂദന്റെ കാലം, ഇത് ജാതികളുടെ കാലം, ഇത് എല്ലാവർക്കും രക്ഷിക്കപ്പെടാവുന്ന കാലം, ഇത് യേശു സൗജന്യമായി രക്ഷ തരുന്ന കാലം. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ആമേൻ. എന്നാൽ ഈ കാലം തീരും. ടൈം ടേബിളിലെ ഈ പീരീഡ് തീരും. ഈ അധ്യാപകൻ മാറും. സ്തോത്രം. ഈ പീരീഡിൽ വന്നിരിക്കുന്ന അധ്യാപകൻ കരുണയുള്ള അധ്യാപകനാ. ഈ പീരീഡിൽ വന്നിരിക്കുന്ന അധ്യാപകൻ കൈനീട്ടി വിളിക്കുന്ന അധ്യാപകനാ. എന്നാൽ ഈ പീരീഡ് മാറും. അടുത്ത സാറ് അടുത്ത സിംഹാസനത്തിലിരിക്കും. അത് ന്യായവിധിയുടെ പീരീഡാ. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് കരുണയോടെ നമ്മളെ അവൻ കൈനീട്ടി വിളിക്കുന്നെങ്കിൽ നാളെ അവൻ കരുണയുടെ സിംഹാസനത്തിൽ അല്ലിരിക്കുന്നത്. ഇന്നവൻ ഇരിക്കുന്നത്, he is sitting on the throne of grace, മേഴ്സി സീറ്റിൽ.
കൃപാസനത്തിൽ, കൃപയുടെ സിംഹാസനത്തിൽ, ക്ഷമിക്കുന്ന സിംഹാസനത്തിൽ, കരുണയുടെ സിംഹാസനത്തിൽ അവൻ ഇരിക്കുന്നെങ്കിൽ അവൻ ആ സിംഹാസനത്തിൽ നിന്ന് മാറും. അവൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് ഈ ലോകത്തിലേക്ക് കടന്നു വരും. സൗജന്യ രക്ഷ കരസ്ഥമാക്കിയ മുഴുവൻ പേരെയും യേശു തന്റെ കൂടെ കൊണ്ടുപോകും. കരമടിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ടെന്റിൽ കൂടിയിരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയട്ടെ, ഞാൻ പണ്ട് മുതലേ ഇച്ചിരി നല്ലതായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ട. ചുമ്മാ തോന്നുക. സ്തോത്രം. ഞാൻ ബൈബിൾ ആദ്യം മുതൽ ചൊവ്വ പഠിച്ചപ്പോ ഇതാ ശരിയെന്ന്. നോ, വെറും തോന്നല. കർത്താവ് ഹൃദയം തുറക്കാത്ത ആർക്കും ഇത് വിശ്വസിക്കാൻ ഒക്കത്തില്ല. ചേർന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഇച്ഛിക്കുന്നവനാലുമല്ല, ഓടുന്നവനുമാലുമല്ല, കരുണ തോന്നുന്ന ദൈവം, കരുണ തോന്നുന്ന ദൈവം, ദൈവം ഹൃദയം തുറന്നുകൊണ്ടാണ് നമുക്ക് വിശ്വസിക്കാനൊത്തത്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ദൈവം തന്റെ സാദൃശ്യത്തിൽ, തന്റെ സ്വരൂപത്തിൽ, അധികാരത്തോടെ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുക. നിങ്ങളുടെ വാ കൊണ്ട് പറഞ്ഞാലും കാര്യം നടക്കും. രോഗി സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞാൽ സൗഖ്യമാകുന്ന അധികാരം നാവിൽ തന്നിട്ടുണ്ട്. കാറ്റെ അടങ്ങുക, കടലെ ശാന്തമാകുക എന്ന് പറഞ്ഞാൽ അധികാരത്തോടെ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ലോകത്തെ നിയന്ത്രിക്കുന്ന ദൈവം, എല്ലാവരും പറഞ്ഞാട്ടെ, ചരിത്രത്തെ നിയന്ത്രിക്കുന്ന ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ പറഞ്ഞു, അവൻ മനുഷ്യനായി ലോകത്ത് ഇറങ്ങി വന്നപ്പോൾ, നസ്രത്തിൽ ജനിച്ചപ്പോൾ, ദൈവം മനുഷ്യനായിട്ട് ഇറങ്ങി വന്നപ്പോൾ അവൻ തൻ്റെ പദ്ധതികൾ വിളിച്ചു പറഞ്ഞു. ഈ ലോകത്തിൽ ഇനി നടക്കാൻ പോകുന്ന കാര്യം ഞാൻ പറയാം. ഇന്ന് യെരൂശലേമിൽ നിർഭയരായി വസിക്കുന്ന, റോമൻ കൈസറുടെ കീഴിൽ നിർഭയരായി വസിക്കുന്ന യഹൂദജനമേ, നിങ്ങളെ ലോകത്തിലെല്ലാം ചിതറിക്കാൻ പോകുകയാണ്. പക്ഷേ ജാതികളുടെ കാലം തികയുമ്പോൾ, എല്ലാവരും പറഞ്ഞാട്ടെ, അതെന്താ ജാതികളുടെ കാലം തികയുക? അതിനെക്കുറിച്ച് റോമാലേഖനം 11-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം പറഞ്ഞ് ശ്രദ്ധിച്ചാട്ടെ. റോമാലേഖനം 11-ാം അധ്യായം 25-ാം വാക്യം വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുവോളം, എല്ലാവരും പറഞ്ഞ ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുവോളം. അവരൊക്കെ പറഞ്ഞാട്ടെ, എവിടെ ചേരുവോളം? ക്രിസ്തുവിൽ വിശ്വസിച്ച് വരുവോളം. മനസ്സിലാവുന്നുണ്ടോ? വരുവോളം. ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ഇസ്രായേലിന് അന്ന് വരെ ഹൃദയകാഠിന്യമായിരിക്കും. ഒരു യഹൂദനായിട്ട് യേശു പറഞ്ഞെങ്കിലും അതേ യേശുവിനെ ഹൃദയകാഠിന്യ നിമിത്തം മരത്തിൽ തൂക്കിക്കൊന്നത് യഹൂദൻ തന്നെയാണ്. ആ യേശുവിനെ അവർ തള്ളിക്കളഞ്ഞു. ഇതുവരെ അവരുടെ കണ്ണിന്റെ മറ നീങ്ങിയിട്ടില്ല. എന്നാൽ വചനം പറയുന്നു, അവരുടെ ഹൃദയകാഠിന്യം മാറുമ്പോൾ ഓർത്തോണം, ജാതികളുടെ കാലം തീരാൻ പോവുക. ചേർന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. അതിന്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. അതിന്റെ 15-ാമത്തെ വാക്യം. അവരുടെ ഭ്രംശം, യഹൂദനെ ദൈവം തള്ളിക്കളഞ്ഞു. അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന്, ലോകത്തിലെ മറ്റ് ജാതികളെ ദൈവം അംഗീകരിക്കുവാൻ ഹേതുവായി എങ്കിൽ അവരുടെ അംഗീകരണം, അവരെ ദൈവം ഇനി അംഗീകരിക്കും. മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും? മതി. ഇനി യഹൂദനെ വീണ്ടും ദൈവം അംഗീകരിക്കും. യേശുവിനെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 1:12 പറയാ, അവൻ സ്വന്തമായതിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. വേറെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, വീട് പണിയുന്നവർ അഥവാ യഹൂദന്മാർ, ആ പുരോഹിതന്മാർ, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ലിനെ ദൈവം കോണിന്റെ മൂലക്കല്ലാക്കി മാറ്റി. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. വീണ്ടും ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അവന് കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവ യഹൂദൻ യേശു ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ദൈവം അവരെ തള്ളിക്കളഞ്ഞു ഒരു കാലത്തേക്ക് മാത്രം. പ്രൈസ് ദി ലോർഡ്. ആ വാസ്തവത്തിൽ അവർ തള്ളിക്കളഞ്ഞ, ദൈവം തള്ളിയതല്ല. അങ്ങനെ അവർ ലോകത്തിലെല്ലാം ചിതറിപ്പോയി. ക്രിസ്തു പറഞ്ഞു, സൈന്യങ്ങൾ യെരൂശലേമിനെ വളയും. അന്നത് പറഞ്ഞപ്പോൾ യഹൂദനത് വിശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല.
യെരുശലേം നഗരം നശിപ്പിക്കപ്പെടും, ഈ ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്നു പോകുമെന്ന് യെരുശലേം ദേവാലയത്തെ നോക്കി അന്ന് യേശു വിളിച്ചു പറഞ്ഞു. അതെങ്ങനെ സംഭവിക്കാനാ? റോമൻ കൈസറുടെ കീഴിലിരിക്കുന്ന ഞങ്ങളെ ആര് തൊടാനാ? റോമൻ കൈസരേക്കാൾ ഞങ്ങളെ പരിപാലിപ്പാൻ കഴിയുന്ന വേറെ ആരുണ്ട് എന്നവർ ചിന്തിച്ചിരുന്നപ്പോൾ ദൈവത്തിന്റെ ജനമേ, AD 70 യഹൂദനെതിരായി റോമൻ രോക്ഷം തിരികെ ആളിക്കത്തി. ചരിത്രം പഠിക്കുന്നവർക്കറിയാം, ജോസിഫസ് എന്ന ചരിത്രകാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നു, AD 70 റോമൻ കൈസറുടെ സൈന്യാധിപനായിരുന്ന തീത്തോസിന്റെ നേതൃത്വത്തിൽ, പിന്നീട് അദ്ദേഹം കൈസറായി മാറി, തീത്തോസിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ സൈന്യം യെരുശലേമിനെ ചുറ്റി വളഞ്ഞു. തങ്ങൾ നിർഭയരായിരിക്കുന്നെന്ന് വിചാരിച്ചു. എന്നാൽ റോമൻ കൈസറുടെ സൈന്യം വന്ന് യെരുശലേമിനെ നിരോധിച്ചു. അതിനുള്ള ജനങ്ങളെ അവർ ഓടിച്ചു കളഞ്ഞു, ഗർഭിണികളെ കൊന്നുകളഞ്ഞു, കൊച്ചു കുഞ്ഞുങ്ങളെ കഴുത്തറുത്ത് കൊന്നുകളഞ്ഞു. നിർദ്ദയം വലിയ ഭീകര താണ്ഡവം യെരുശലേമിൽ നടമാടി. യെരുശലേം ദേവാലയം അവർ തകർത്തു. മാത്രമല്ല, ഒരു കല്ലിന്മേൽ ഒരു കല്ല് ഇരിക്കാതെ വണ്ണം യെരുശലേം ദേവാലയം അവർ തകർത്തു എന്ന് ചരിത്രം പറയുന്നു. ബൈബിളിൽ യേശുക്രിസ്തു 2000 വർഷം മുമ്പ് പറഞ്ഞ കാര്യം ചരിത്രത്തിൽ നിറവേറി. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ലോക ചരിത്രത്തെ നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട്. എല്ലാവരും പറഞ്ഞാട്ടെ, അവർക്ക് പറഞ്ഞാട്ടെ. ലോക ചരിത്രത്തെ നിയന്ത്രിക്കുന്നത് ഒരു ഭരണാധികാരിയല്ല, ഒരു മത നേതാവല്ല, എന്നെ പോലെ ഒരു പ്രസംഗകനല്ല. ലോക ചരിത്രത്തെ നിയന്ത്രിക്കുന്നത് നസ്രായനായ യേശുവത്രേ. ചേർന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. വീണ്ടും സമയം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. യേശു ക്രിസ്തു അന്നേ പറഞ്ഞു, ഈ ജനം മടങ്ങി വരും. നിങ്ങൾ പഠിച്ചാൽ ഈ യഹൂദൻ എല്ലാ കാലത്തും ഒരു പ്രവാസത്തിന്റെയും മടങ്ങിവരവിന്റെയും ജനമായിരുന്നു. അവർ കേവലം 70 പേരുള്ളപ്പോൾ, യാക്കോബിന്റെ മക്കളും അവരുടെ മക്കളും 70 പേരുള്ളപ്പോൾ അവരൊരിക്കൽ പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു. അത് ക്രിസ്തുവിന് ഏകദേശം 1700 വർഷങ്ങൾക്കപ്പുറം അവര് ഈജിപ്തിലേക്ക് പ്രവാസത്തിൽ പോയി. നമുക്കറിയാം, അവർ മിസ്രൈമിൽ അടിമകളായിരുന്നു. 1700 മുതൽ 1300 വരെയുള്ള 400 സംവത്സരം, സംവത്സരങ്ങൾ അവർ മിസ്രൈമിൽ അടിമകളായിരുന്നു. എന്നാൽ മോശയെ ദൈവം കൈകളിലെടുത്ത് മിസ്രൈമിലെ പ്രവാസത്തിൽ നിന്ന് 40 വർഷം കൊണ്ട് യഹൂദ മരുഭൂമിയും എന്ന് വേണ്ട പാരാൻ മരുഭൂമിയും ഈജിപ്ഷ്യൻ മരുഭൂമികളെല്ലാം കടന്ന്, യോർദാൻ കടന്ന്, ചെങ്കടൽ കടന്ന് ഈ ജനത്തെ ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്ത ഭൂമിയിൽ കൊണ്ടിരുത്തി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്നാൽ എപ്പോഴൊക്കെ ദൈവം അവരെ അനുഗ്രഹിച്ചോ അപ്പോഴൊക്കെ ഈ ജനം ദൈവത്തെ വിട്ട് മത്സരിച്ചു. സ്തോത്രം. അന്നേ ദൈവം പല പ്രവാചകന്മാരിലൂടെ അവരോട് പറഞ്ഞു, നിങ്ങളെ നമ്മുടെ ആമോസിന്റെ പ്രവചനം വായിക്കുമ്പോൾ, യിരെമ്യാ പ്രവചനം 25-ാം അധ്യായം വായിക്കുമ്പോൾ, അതിന്റെ 11-12 വാക്യങ്ങൾ വായിക്കുമ്പോൾ, യിരെമ്യാ പ്രവചനം 25-ാം അധ്യായം 11-12 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ദാനിയേൽ പ്രവചനം, ആമോസിന്റെ പ്രവചനം 9-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ, ഇവിടെയെല്ലാം വായിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ ജനത്തെ ലോകരാജ്യങ്ങളിൽ ചെതറിപ്പോ. ഒന്ന് വായിച്ചോട്ടെ, യിരെമ്യാ പ്രവചനം വന്നൊന്ന് വായിച്ചോട്ടെ, 25-ന്റെ 11-12. ഈ ദേശമൊക്കെയും ശൂന്യവും സ്തംഭനഹേതുവുമാകും. ഈ ജാതികൾ ബാബേൽ രാജാവിനെ 70 സംവത്സരം സേവിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ആമോസിന്റെ പ്രവചനം വായിക്കുമ്പോൾ 9-ന്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ, ഈ ജനം വീണ്ടും മടങ്ങി വരും എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. വായിച്ചാട്ടെ. ഉഴുന്നവൻ കൊയ്യുന്ന 9-ന്റെ 14-ാമത്തെ വാക്യം. അപ്പോൾ ഞാൻ എന്റെ ജനമായ ഇസ്രായേലിന്റെ പ്രവാസികളെ മടക്കി വരുത്തും. അപ്പോൾ ഞാൻ എന്റെ ജനമായ ഇസ്രായേലിന്റെ പ്രവാസികളെ മടക്കി വരുത്തും. ദൈവം ആ ചരിത്രത്തെ നിയന്ത്രിക്കുന്ന. എല്ലാവരും പറഞ്ഞാട്ടെ. യഹൂദൻ വിചാരിച്ചു തങ്ങളുടെ ബലം കൊണ്ട് നടക്കുമെന്ന്. നോ, ദൈവമാ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്റെ ജനമായ ഇസ്രായേലിന്റെ പ്രവാസികളെ മടക്കി വരുത്തും. അടുത്ത വാക്യം. ശൂന്യമായി പോയിരുന്ന പട്ടണങ്ങളെ അവർ പണിത് പാർക്കുകയും, ശൂന്യമായി പോയിരുന്ന പട്ടണങ്ങളെ അവർ പണിത് പാർക്കുകയും, മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കി അവയിലെ വീഞ്ഞ് കുടിക്കുകയും, തോട്ടങ്ങൾ ഉണ്ടാക്കി അവയിലെ ഫലം അനുഭവിക്കുകയും ചെയ്യും. അടുത്ത വാക്യം. ഞാൻ അവരെ അവരുടെ ദേശത്ത് നടും. ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശത്തു നിന്ന് അവരെ ഇനി പറിച്ചു കളയുകയില്ല എന്ന് നിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം.
നമ്മൾ ആദ്യം വായിച്ച വാക്യം മറക്കരുത്. യേശു പറഞ്ഞു, ഈ ജനത്തെ ലോകത്തിലെ രാജ്യങ്ങളിലെല്ലാം കൊണ്ട് പ്രവാസികളാക്കും. ലോക ചരിത്രം പഠിക്കുന്നവർക്കറിയാം, അങ്ങനെ യഹൂദൻ AD 70 അവരുടെ ദേവാലയം തകർന്ന് അവരുടെ രാജ്യം നഷ്ടപ്പെട്ട് AD 70 മുതൽ ഏകദേശം AD 130 വരെയുള്ള കാലഘട്ടം കൊണ്ട് അന്നത്തെ റോമൻ കൈസറുടെ പീഡനം സഹിക്കവയ്യാതെ യഹൂദൻ ലോകരാജ്യങ്ങളിലെല്ലാം ചെതറിപ്പോയി. ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് അവർ പോയി, യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അവർ പോയി, ആഫ്രിക്കൻ ദേശങ്ങളിലേക്ക് അവർ പോയി. നമുക്കറിയാം, അന്ന് ചെതറിപ്പോയ യഹൂദനാണ് കൊച്ചിയിൽ മട്ടാഞ്ചേരിയിൽ വന്നു, കൊടുങ്ങല്ലൂർ വന്നു, ബോംബെയിൽ വന്നു, ഗോവയിൽ വന്നു, കൽക്കട്ടയിൽ വന്നു. യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം അവർ ചെന്നു, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ചെന്നു. അവരുടെ രക്ഷാനായകനായ യേശുവിനെ അവർ തള്ളിക്കളഞ്ഞു. ഇവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതിയുടെ മേലും വരട്ടെ, അവനെ ക്രൂശിക്ക എന്ന് അവർക്ക് പാല് കൊടുത്ത കൈ, അവർക്ക് സൗഖ്യം കൊടുത്ത കൈ, അവർക്ക് വേണ്ടി വിടുതലിനായി നീട്ടിയ കൈ അവർ വെട്ടി, അവർ കുത്തി തുളച്ചപ്പോൾ ദൈവത്തിന്റെ മക്കളെ, അവർക്ക് ദൈവം കൊടുത്ത അനുഗ്രഹം അവർ തന്നെ തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ലോക രാജ്യങ്ങളിൽ അവർ ചെതറിപ്പോയി. റഷ്യയിൽ അവർ പോയി, അമേരിക്കയിൽ നിങ്ങൾ ചെന്നാൽ അനേക യഹൂദന്മാരെ കാണാം. എന്നാൽ ദൈവത്തിന്റെ മക്കളെ, യേശു ക്രിസ്തു പറഞ്ഞതുപോലെ ജാതികളുടെ കാലം തികയുവാൻ പോകുകയാ. എന്നെ കേൾക്കുന്ന സ്നേഹിത, രക്ഷിക്കപ്പെടാനുള്ള കാലം തികയാൻ പോകുക. സൗജന്യമായ രക്ഷയുടെ സമയം തീരാൻ പോവുകയാണ്. ഇനി കാലമുണ്ടാകില്ല. ദൈവത്തിന്റെ ക്ലാസ് അതിന്റെ അവസാനത്തെ പീരീഡും തീരാൻ പോകുകയാ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അതിനു മുമ്പായി നടക്കേണ്ട കാര്യം യേശു പറഞ്ഞു, ജാതികളുടെ കാലം തികയുമ്പോൾ വരെ ജാതികൾ യെരൂശലേം ചവിട്ടും. ആമോസ് പ്രവാചകൻ പറഞ്ഞു, അവരെ ലോകരാജ്യങ്ങളിൽ നിന്ന് മടക്കി വരുത്തും. 2 തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, അവർ വീണ്ടും ദേവാലയം പണിയും, അവർ വീണ്ടും ഹോമയാഗവും പരിപാടികളോട് നടത്തും. ഇന്നവർക്ക് ദേവാലയമില്ല. എന്നാൽ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ദൈവത്തിന്റെ കരം ചരിത്രത്തെ നിർണയിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, യഹൂദന് അവരുടെ ദേശം സ്വന്തമായി ഇനി ആരുമില്ലാതെ ലഭിച്ചാലും ഈ ലോകത്തിന് തീ കൊണ്ട് ഒരു നാശമുണ്ട്. ഈ ലോകം ആരുടെയും നിത്യദേശമല്ല. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, സ്തോത്രം, കൈകൊണ്ട് നിർമ്മിച്ചിട്ടില്ലാത്ത ഒരു വാസസ്ഥലം ഞാൻ നിങ്ങൾക്ക് ഒരുക്കാൻ പോകുന്നു. യുദ്ധമില്ലാത്ത, മുറവിളിയില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ബോംബില്ലാത്ത, മിസൈലില്ലാത്ത ഒരു രാജ്യം സ്ഥാപിക്കാൻ എന്റെ യേശു പോയിരിക്കുകയാണ്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഈ ഭൂമിയിൽ ഇനി ആര് ഭരിച്ചാലും ഇവിടെ ശാശ്വതമായ ഒരു സമാധാനം ഉണ്ടാകുമെന്ന് ആരും കരുതണ്ട. എന്നാൽ ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ ബോംബുകളുടെ മധ്യത്തിൽ, പ്രശ്നങ്ങളുടെ മധ്യത്തിൽ, പട്ടിണിയുടെ മധ്യത്തിൽ, ക്ഷാമത്തിന്റെ മധ്യത്തിൽ യേശു രാജാവായി എത്ര ഹൃദയങ്ങളിൽ ദൈവരാജ്യമുണ്ടോ ആ ഹൃദയങ്ങളിൽ സമാധാനവും സന്തോഷവും ഉണ്ടായിരിക്കും. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഇന്ന് ഹൃദയങ്ങളിൽ ദൈവരാജ്യം സ്ഥാപിക്കൂ. യേശു ഈ ലോകത്തിലെ ഒരു രാജാവിനെ അട്ടിമറിക്കില്ല. കൈസറിനെ അവൻ അട്ടിമറിച്ചില്ല. മറിച്ച് ഭാരതത്തെ യേശു അട്ടിമറിക്കില്ല. സുവിശേഷം ഭാരതത്തിന് നാശമല്ല, അനുഗ്രഹമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു ഒരു ഭരണം, ഈ ലോകത്തിലെ ഭരണം പിടിച്ചെടുക്കാൻ അല്ല വന്നത്. യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ നിങ്ങളെ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ, കരം കൊടുക്കുവീൻ, നിങ്ങളുടെ മന്ത്രിമാർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ, രാജാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. സ്വത്രം കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കുവീൻ. ഞാൻ കൈസറെ അട്ടിമറിക്കാൻ വന്നതല്ല. എന്നാൽ ദുഷ്ടരാജാവായ പിശാച് ജനഹൃദയങ്ങളിൽ ഇട്ടിരിക്കുന്ന ഭരണം അവസാനിപ്പിച്ച് പാപത്തിന്റെ ചങ്ങലയിൽ നിന്നവരെ പൊട്ടിച്ച് ഹൃദയ സമാധാനമാകുന്ന ദൈവരാജ്യം ഈ ലോകത്ത് പകരുവാനത്രേ ഞാൻ വന്നിരിക്കുന്നത്. കരമടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഹൃദയങ്ങളിൽ ഇന്ന് കർത്താവ് ദൈവരാജ്യം സ്ഥാപിക്കും. എന്നാൽ കർത്താവിന്റെ പ്രോഗ്രാം തീരാൻ പോകുകയാണ്. അതുകൊണ്ടാണ് യഹൂദൻ മടങ്ങി വരാൻ തുടങ്ങി. യഹൂദൻ മടങ്ങി വന്ന് ആ ബൈബിൾ പറയുന്ന പോലെ ചില പദ്ധതികൾ യെരൂശലേമിൽ നടന്നു കഴിയുമ്പോൾ കർത്താവ് താൻ ഗംഭീരനാദത്തോടെ വരും. അവരുടെ അംഗീകരണം മുമ്പേ വായിച്ചില്ലേ, റോമർ 11:15, അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താവും? ലോകരാജ്യങ്ങളെല്ലാം ചെതറിപ്പോകും യഹൂദൻ എന്ന് യേശു പറഞ്ഞു. AD 70 മുതൽ ഏകദേശം AD 130 വരെയുള്ള കാലഘട്ടത്തിൽ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ അവൻ ചെതറിപ്പോയി. കാലങ്ങൾ യെരൂശലേം ശൂന്യമായി കിടക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞതുപോലെ ഇസ്രായേൽ രാഷ്ട്രം ശൂന്യമായി കിടന്നു.
ഒടുവിൽ 18-ാം നൂറ്റാണ്ടിൻ്റെ ഒടുവിൽ 19-ാം നൂറ്റാണ്ട് ആ കാലഘട്ടത്തിൽ തുർക്കിയിലെ സുൽത്താൻ്റെ കീഴിൽ ആ രാജ്യം കിടക്കുമ്പോൾ അന്ന് അവിടെ സന്ദർശിച്ച ഒരു ചരിത്രകാരൻ പറയുന്നത് കേവലം 500 യഹൂദ കുടുംബങ്ങൾ മാത്രമേ അന്ന് ഇസ്രായേലിൽ ഉണ്ടായിരുന്നുള്ളൂ. ആമേൻ. 1800-കളുടെ ആദ്യം ഇസ്രായേൽ സന്ദർശിച്ച ഒരു ചരിത്രകാരൻ പറയണ കേവലം 500 കുടുംബങ്ങളിൽ താഴെ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ യേശു പറഞ്ഞത് മാറത്തില്ല. സ്തോത്രം. ലോകരാജ്യങ്ങളിലുള്ള യഹൂദൻ വീണ്ടും മടങ്ങി എങ്ങനെ വരും? അസംഘടിതരായ, തമ്മിൽ ചേർക്കാൻ ആളില്ലാതെ ലോകരാജ്യങ്ങളിൽ പല രാഷ്ട്രങ്ങളിൽ പല ഭാഷക്കാരായി തലമുറകളായി 1-2 വർഷമല്ല, ഏകദേശം 10,500-ൽ പരം വർഷം വേറെ ഭാഷ പഠിച്ച് വേറെ രാജ്യങ്ങളിൽ അവിടുത്തെ സംസ്കാരവുമായി ഇഴുകിപ്പോയ ഒരു ജനത്തെ എങ്ങനെ 1500 കൊല്ലം കഴിഞ്ഞ് വീണ്ടും കൂട്ടിച്ചേർക്കും? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ രാജ്യത്ത് നിന്ന് 50 കൊല്ലം മുമ്പ് അമേരിക്കയിൽ പോയ ഒരാളെ മടക്കി വരുത്താവോ? ആരും ഇങ്ങോട്ട് വരില്ല. ഗൾഫിൽ അവർക്ക് സ്ഥിരം വിസ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഗൾഫിൽ പോയ ഒരാളേലും മടങ്ങി വരുമോ? വരത്തില്ല. എന്നാൽ സമ്പൽ സമൃദ്ധമായ പല രാഷ്ട്രങ്ങളിൽ ഈ യഹൂദൻ പോയിട്ടും ഒരു സമയമായപ്പോൾ അവന്റെ ഹൃദയത്തിൽ തോന്നാൻ പോയി, മടങ്ങിപ്പോകണം, 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 മടങ്ങിപ്പോകണം. അങ്ങനെ ലോകത്തിലെല്ലാം മടങ്ങിപ്പോകണമെന്ന ചിന്തയുണ്ടായി. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ആമേൻ. ഇന്ന് വരെ യഹൂദൻ യേശുവിനെ അംഗീകരിച്ചിട്ടില്ല. അവർക്കൊരു ക്രിസ്തു വരുമെന്ന് അന്നും അവർക്ക് വിശ്വാസമുണ്ട്. പക്ഷേ ആശാരിയായ യേശു അല്ല ക്രിസ്തു. ഇനി ഒരു ക്രിസ്തു വരുമെന്ന് അവർ വിചാരിച്ചിരിക്കുന്നു. അതിനുവേണ്ടി ഇന്ന് യഹൂദൻ ലോകരാജ്യങ്ങളിൽ നിന്ന് യെരുശലേമിൽ ചെല്ലുകയാണ്. എന്നാൽ സത്യം ഞാൻ പറയട്ടെ, അവർ കുത്തിത്തുളച്ച മശിഹ രണ്ടാമതും വരുവാൻ പോകുകയാ. കരമടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. 1800-കളുടെ അവസാനം ജൂവിഷ് സ്റ്റേറ്റ്, യഹൂദ രാജ്യം എന്നൊരു പുസ്തകം എഴുതപ്പെട്ടു. തിയഡോർ ഹെർസൽ എന്ന പേരുള്ള ഒരു യഹൂദ വക്കീൽ, അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ തോന്നിയ ആശയം ലോകത്തിലുള്ള എല്ലാ യഹൂദ സെറ്റിൽമെന്റുകളിലും വായിക്കപ്പെട്ടു. അപ്പൊ അവരുടെ ഉള്ളങ്ങളിൽ ഒരു പ്രചോദനമുണ്ടായി. ദൈവം നമ്മുടെ പിതാക്കന്മാർക്ക് അബ്രഹാമിന്റെ കാലത്ത് വാഗ്ദത്തം ചെയ്ത ഒരു സ്ഥലമുണ്ട്. എന്നാൽ യേശു വാഗ്ദത്തം ചെയ്ത നിത്യരാജ്യം അവർക്ക് അറിയാൻ മേലാത്തത് കൊണ്ട് ഇന്നും അവർ തോക്കുമെടുത്ത് വെടിവെക്കേണ്ടി വരിക. എൻ്റെ നിങ്ങളുടെ ആയുധം തോക്കല്ലാത്തതോർത്തൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അങ്ങനെ അവരുടെ ഉള്ളിൽ ഒരു ആശയമുണ്ടായി, നമുക്ക് മടങ്ങിപ്പോണം. അങ്ങനെ 1800-കളുടെ ഒടുവിൽ സ്വിറ്റ്സർലൻഡിൽ യഹൂദന്മാരുടെ ഒരു കൂട്ടം ഒന്നിച്ചുകൂടി അവർ ഫോം ചെയ്ത ഒരു സംഘടനയാണ് സയോണിസ്റ്റ് മൂവ്മെന്റ് അഥവാ സിയോൻ സംഘം. സിയോൻ യഹൂദന്, ഇസ്രായേൽ യഹൂദന് രാഷ്ട്രം അടക്കി കെട്ടണം, നമ്മുടെ രാജ്യം ദൈവം തന്ന രാജ്യം എന്ന് പറഞ്ഞ് അവരൊന്നിച്ചുകൂടി. അന്ന് യഹൂദൻ ഏതൊക്കെ രാഷ്ട്രങ്ങളിൽ ചെതറിപ്പോയോ അവിടെയൊക്കെ അവർ ധനവാന്മാരായിരുന്നു. നമുക്കറിയാം, ഇവിടെ കൊച്ചിയിൽ മട്ടാഞ്ചേരിയിൽ വന്ന യഹൂദന്മാരെ നമ്മുടെ രാഷ്ട്രം അവരെ ഉപദ്രവിച്ചില്ല. ഭാരതത്തിലെ അധികാരികൾ അവരെ വളരെ നല്ല രീതിയിൽ അവരെ സ്വീകരിച്ചു, അവർക്ക് നല്ല സ്ഥലങ്ങൾ കൊടുത്തു. അങ്ങനെ അവർ യഹൂദ സെറ്റിൽമെന്റ് ഉണ്ടാക്കി. ചെന്ന രാജ്യങ്ങളെല്ലാം അവർ ധനവാന്മാരായി. നിങ്ങൾ ന്യൂയോർക്കിൽ ചെന്നാൽ കാണാം, നിങ്ങൾക്കറിയാമല്ലോ, അമേരിക്കയിലെ എല്ലാ കൂറ്റൻ ബിസിനസ്സുകളുടെയും തലപ്പത്തിരിക്കുന്ന യഹൂദനാണ്. ലോകത്തിൽ എവിടെ ചെന്നാലും ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡ് വെപ്പൺസ്, ആയുധങ്ങൾ ഉണ്ടാക്കിയത് അവരാണ്. ആൽബർട്ട് ഐൻസ്റ്റൈൻ ശാസ്ത്രത്തിന്റെ അതികായകൻ ഒരു യഹൂദനായിരുന്നു. കാൾ മാർക്സ് ഒരു യഹൂദനായിരുന്നു. അങ്ങനെ ലോകത്തെ മുഴുവൻ സ്വാധീനിച്ച ആശയങ്ങൾ കൊണ്ടുവന്ന എല്ലാവരും യഹൂദന്മാരായിരുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ഒരു യഹൂദനായി പിറന്നു. അവന് പ്രത്യേകതയുണ്ടെങ്കിലും അവൻ ദൈവത്തെ തള്ളിക്കളഞ്ഞു. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അങ്ങനെ ലോകമെമ്പാടും വലിയ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ച വലിയ ബിസിനസ്സുകാരായിരുന്ന യഹൂദന്മാർ ഒന്നിച്ചു ചേർന്ന് തുർക്കി സുൽത്താനെ പോയി കണ്ടിട്ട് പറഞ്ഞു, ഈ രാജ്യം ഞങ്ങളുടെയാണ്, ഞങ്ങളുടെ പിതാക്കന്മാർക്ക് ദൈവം കൊടുത്തതാ, ഞങ്ങൾക്കിങ്ങ് തരാമോ? അദ്ദേഹം പറഞ്ഞു, തരില്ല. വീണ്ടും അവർ ഡെപ്യൂട്ടേഷനിൽ പോയിട്ട് പറഞ്ഞു, ഞങ്ങൾ ഏക്കറും സെന്റുമായി വില കൊടുത്ത് മേടിച്ചോളാം, അത്രയ്ക്ക് ധനം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഉടനെ തുർക്കി സുൽത്താൻ പറഞ്ഞ ആ ഒരു പറച്ചില്, അങ്ങനെ നൈൽ നദിയിലെ വെള്ളം കനാൻ നട്ടി വന്ന് വീഴുമ്പോൾ ഇഞ്ഞ് അന്നേരം തന്നേക്കാവുന്ന കളിയാക്കി വിട്ടതാ. എന്ന് പറഞ്ഞാൽ നമ്മളെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വെള്ളം കാശ്മീരിൽ ചെന്ന് വീഴുന്ന കാലത്ത് വന്നേക്കാൻ പറഞ്ഞാൽ സ്തോത്രം. എന്നാൽ അദ്ദേഹം പറഞ്ഞ വാക്ക് അറം പറ്റുന്ന പോലെ നൈൽ നദിയിലെ വെള്ളം കനാൻ നാട്ടിൽ വീഴാൻ ദൈവം വഴിയൊരുക്കി.
തിയഡോർ ഹെർസലിന്റെ ബുക്കിൽ വലിയ ഉത്തേജനമുണ്ട്. ആ സിയോൻ സംഘം കൂടി അവരിങ്ങനെ പറഞ്ഞു, തുർക്കി സുൽത്താൻ എന്നാണ് അവിടെ വാഴുന്നത്. അന്ന് കേവലം 500 ദരിദ്ര യഹൂദന്മാരുടെ കുടുംബങ്ങൾ മാത്രമാണ് അവിടെ താമസിക്കുന്നത്. ഒരു സഞ്ചാരകൻ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, നമുക്ക് തുർക്കി സുൽത്താനെ കാണണം, ഞങ്ങളുടെ രാജ്യം ഞങ്ങൾക്ക് മടക്കി തരുമോ? 19 നൂറ്റാണ്ടുകളായി ഡിസലേറ്റ് ആയിട്ട് കിടന്ന, മരുഭൂമി പോലെ കിടന്ന ഞങ്ങളുടെ രാജ്യം ഞങ്ങൾക്ക് മടക്കി തരുമോ? എന്തിനാ ഇവർ ഈ മരുഭൂമി വാങ്ങാൻ പോകുന്നത്? ഇന്ത്യയിൽ നിങ്ങൾക്ക് നല്ല ബിസിനസ് ഇല്ലേ? അമേരിക്കയിൽ നിങ്ങൾക്ക് നല്ല ബിസിനസ് ഇല്ലേ? യൂറോപ്പിൽ നിങ്ങൾ ഉന്നതന്മാരല്ലേ? നിങ്ങളല്ലേ ലോകത്തെ കെടുകട ഉറപ്പിച്ചവർ? പിന്നെന്തിനാ മരുഭൂമിക്കായി പോകുന്നു? എന്തിനെന്ന് ഞാൻ പറയാം. മശിഹ വരണമെങ്കിൽ അവരവിടെ ചെന്നേ ഒക്കത്തുള്ളൂ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അവർ തള്ളിക്കളഞ്ഞ മശിഹായെ അവർ ഇനി വിളിക്കാൻ പോവുക. മനസ്സിലാവുന്നുണ്ടല്ലോ? യേശു ഇനി വരുന്ന നിങ്ങളെ എന്നെ ചേർക്കാനാ. അന്ന് യഹൂദൻ പോകത്തില്ല. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. എന്നാൽ പണ്ട് യഹൂദൻ നിലവിളിച്ചതുപോലെ ഇന്ന് വിലാപ മതിലിൽ തലയടിച്ച് കരയുക, അവരുടെ ദേവാലയം പണിയുവാൻ. എന്നാൽ ദേവാലയമല്ല നിങ്ങൾക്ക് വേണ്ടത്, ദേവാലയത്തെക്കാൾ വലിയ ഒരുവനുണ്ട്. നിങ്ങൾ തള്ളിക്കളഞ്ഞ മശിഹായെ നിങ്ങൾ വിളിക്കും. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അന്ന് ലോകത്ത് 7 കൊല്ലം മഹാപീഡനം ഉണ്ടാകും. എന്തുണ്ടാകും? മഹോപദ്രവകാലം. അതിനുവിടെ ഇരിക്കുന്ന ആരും നഷ്ടപ്പെടരുത്. യേശുവിനെ നിങ്ങൾ ഇന്ന് വിളിച്ചാൽ അവിടെ പോകത്തില്ല. അന്ന് 666 എന്ന മുദ്ര നെറ്റിമേലോ കൈമേലോ ഇല്ലാത്തവന് ഇന്ന് ക്രെഡിറ്റ് കാർഡ് കൊണ്ട് നടക്കുന്ന പോലെ നിങ്ങളുടെ കയ്യിൽ ഒരു കമ്പ്യൂട്ടർ ചിപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കടയിൽ നിന്ന് ഒന്നും വാങ്ങാൻ മേലാത്ത സ്ഥിതി വരും. ഒരു ദുഷ്ടരാജാവ് ലോകത്തെ ഭരിക്കും. എന്നാൽ സ്വത്രം എതിർ ക്രിസ്തുവിനെയല്ല, യഥാർത്ഥ ക്രിസ്തുവിനെയും നമുക്ക് സൗജന്യമായി ലഭിച്ചിരിക്കാൻ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇത് തന്നെ സുപ്രസാദകാലം കൈകൊടുത്ത് പറഞ്ഞാട്ടെ. ദൈവത്തിന്റെ വചനം പറയുന്നു, ആ പ്രതികാരകാലം വ്രതന്മാർക്ക് പോലും സഹിക്കാനൊക്കത്തില്ല. ആ പ്രതികാരകാലം ചുരുങ്ങിയില്ലെങ്കിൽ ആരും രക്ഷിക്കപ്പെടത്തില്ല. ലോകാരംഭം മുതൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ലാത്ത മഹാപ്രതികാരകാലം അന്നുണ്ടാകും എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. വീണ്ടും ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതിനു മുമ്പായി സഭയെ കർത്താവ് ചേർക്കും. എന്നാൽ യഹൂദൻ അതിലൂടെ കടന്നു പോകും. അന്ന് അവൻ വിളിക്കും, മശിഹായേ എന്ന് വിളിക്കും. അന്ന് അവർക്ക് വേണ്ടി യേശു വീണ്ടും വരും. അന്നും അവന്റെ കയ്യിൽ മുറിവുകൾ കാണും. അന്ന് സഖരിയ പ്രവചനം 12-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ അവർ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് നോക്കും. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സഖരിയ പ്രവചനം 12-ാം അധ്യായത്തിൽ പറയുന്ന പോലെ യഹൂദന്മാർ ഓടി വന്ന് ഒലിവുമലയിൽ ഇറങ്ങി വരുന്ന യേശുവിന്റെ കൈകളിൽ നോക്കും. അവർ ചോദിക്കും, നിന്റെ കൈകളിൽ കാണുന്ന മുറിവുകൾ എന്താണ്? വാക്യം വായിക്കാൻ എനിക്ക് സമയമില്ല. സഖരിയാവ് 12. ഉടനെ കർത്താവ് അവരോട് പറയും, എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വന്നപ്പോൾ അവരെന്നെ അടിച്ച മുറിവുകളാണിത്. ഹല്ലേലൂയ. അവർ തള്ളിക്കളഞ്ഞ, അവർ മീശ പിടിച്ചു പഴുത, അവർ കാർക്കിച്ചു തുപ്പിയ, ഓ ഞങ്ങളുടെ പിതാക്കന്മാർ തള്ളിക്കളഞ്ഞ ഇവൻ തന്നെ ആയിരുന്നല്ലോ ഞങ്ങളുടെ മശിഹ. പൗലോസ് പറയുന്നു, അങ്ങനെ യഹൂദൻ മുഴുവൻ രക്ഷിക്കപ്പെടും. യഹൂദൻ മുഴുവൻ ക്രൈസ്റ്റിനെ അംഗീകരിക്കും. കരമടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവത്തിന്റെ മക്കളെ, അതിന്റെ തുടക്കം ആ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം, സ്തോത്രം. യഹൂദന്മാരുടെ ഒരു വലിയ ചലനമുണ്ടായി. അവരൊന്നിച്ചുകൂടി നമുക്ക് മടങ്ങിപ്പോകണമെന്ന് അവർ തീരുമാനിച്ചു. അവരാലോചന യോഗങ്ങൾ നടത്തി. അവരൊന്നിച്ച് തുർക്കി സുൽത്താൻ്റെ അടുക്ക് ചെന്ന് ചോദിച്ചു. അവർ നിരാശിതരായില്ല. വാഗ്ദത്തം ചെയ്ത ദൈവം കാര്യങ്ങൾ ചെയ്തെടുക്കും. 1-ാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. സഖ്യകക്ഷികൾ പരാജയപ്പെടുവാൻ തുടങ്ങി. സ്തോത്രം. അന്ന് യഹൂദനായ ഒരു സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് വീസ്മാൻ. അദ്ദേഹം ലോകത്തിലെ ആദ്യത്തെ ബോംബ് കണ്ടുപിടിച്ചു. സ്ഫോടക വസ്തു ട്രൈ നൈട്രോടോളുവിൻ, TNT. തൊട്ടാൽ അത് പൊട്ടും. അതുകൊണ്ട് തന്നെ ആ ബോംബ് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ആ മനുഷ്യൻ പ്രാർത്ഥിച്ചെന്ന ചില ചരിത്രങ്ങൾ പറയുന്നു. പ്രാർത്ഥിച്ചപ്പോൾ ഇയ്യോബിന്റെ പുസ്തകത്തിലെ ഒരു വചനം അദ്ദേഹത്തിന് വെളിപ്പെടുത്തി. നീ മഞ്ഞിന്റെ ഭണ്ഡാരത്തോളം ചെന്നിട്ടുണ്ടോ? അങ്ങനെ താൻ പിറ്റേന്ന് വേഗം എഴുന്നേറ്റ് ലാബിൽ ചെന്നു. താൻ ഉണ്ടാക്കിയ ട്രൈ നൈട്രോടോളുവിന് ഇങ്ങനെ അനക്കിയാൽ പൊട്ടിത്തെറിക്കും. താനത് മഞ്ഞിനകത്ത് പൊതിഞ്ഞു വെച്ച് നോക്കി. ഒരു എറിഞ്ഞാലും പൊട്ടത്തില്ല. അങ്ങനെ ബൈബിളിൽ നിന്ന് അദ്ദേഹത്തിന് വെളിപ്പെട്ടു, ഇത് സ്തോത്രം ബിലോ റൂം ടെമ്പറേച്ചറിൽ താഴെ ശീതീകരിച്ച് കഴിയുമ്പോൾ അത് പൊട്ടത്തില്ല. അങ്ങനെ ഒരു കപ്പൽ നിറയെ TNT ഐസിനകത്ത് പൊതിഞ്ഞ് ഇംഗ്ലീഷ് ചാനൽ കടത്തി യുദ്ധരംഗത്തെത്തിച്ചു. ദൈവത്തിന്റെ മക്കളെ, ആ യുദ്ധത്തിൽ സഖ്യകക്ഷികൾ ജയിച്ചു. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ചെറുതൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. TNT അവർക്ക് ജയം കൊടുത്തുകൊണ്ട് വിസ്മാനെ വിളിച്ചിട്ട് ചോദിച്ചു, വിസ്മാൻ,
ബ്രിട്ടീഷുകാർ ചോദിച്ചു, വീസ്മാൻ, നീ ഒറ്റ ഒരാളാണ് ഈ വിജയത്തിന് മുമ്പിൽ, നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്തു തരണം? വീസ്മാൻ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, എൻ്റെ കുഞ്ഞുങ്ങൾക്കൊന്നും വേണ്ട, എന്നാൽ ഞങ്ങളുടെ രാഷ്ട്രം മടക്കി കിട്ടാൻ നിങ്ങൾ എന്തും ചെയ്യണം. അന്ന് സൂര്യൻ അസ്തമിക്കാത്ത രാഷ്ട്രമായിരിക്കുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യം ഇങ്ങനെ പറഞ്ഞു, യഹൂദ രാജ്യം യഹൂദന്. ആ വിളംബരത്തിനാണ് ബാൽഫർ വിളംബരം. ബാൽഫർ എന്ന് പറയുന്ന ആൾ മുഖേന നടത്തിയ വിളംബരത്തിന് എന്തോ പറഞ്ഞു? ചരിത്രം പറഞ്ഞു, ബാൽഫർ വിളംബരത്തിൽ കൂടെ യഹൂദന് സംസ്ഥാനം കൊടുക്കുവാൻ ഉത്തരവായി. എന്നാൽ വീണ്ടും തുർക്കി സുൽത്താൻ അവിടുന്ന് മാറാൻ തയ്യാറായില്ല. പ്രൈസ് ദി ലോർഡ്. 1940കളായി രണ്ടാം ലോകമഹായുദ്ധം. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞ 1, 2 ലോകമായുദ്ധങ്ങൾ ലോകത്തിന് മുഴുവൻ നഷ്ടമായിരുന്നെങ്കിൽ യഹൂദന് മാത്രം നേട്ടമായി തീർന്നു. എന്തിനാണെന്നറിയാമോ? കർത്താവിൻ്റെ പദ്ധതികൾ തീർക്കാറുണ്ട്. ചേർന്ന് കർത്താവിന് ബൈബിൾ മടക്കാറായി, കർത്താവിന് പ്രവൃത്തി അവസാനിപ്പിക്കാറായി, കർത്താവിന് ലോകത്തിൽ തന്റെ ക്രിയ അവസാനിപ്പിക്കാറായി. വേഗം രക്ഷിക്കപ്പെടുക ദൈവത്തിന്റെ പൈതലേ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. രണ്ടാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. സഖ്യകക്ഷികൾ വിജയം വരിച്ചു. ഇത്തവണ തുർക്കി സുൽത്താന്റെ കയ്യിൽ നിന്ന് ബലമായിട്ട് അത് പിടിച്ചു വാങ്ങിത്തരാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ ചരിത്രം അറിയാവുന്നവർക്കറിയാം, ജനറൽ അലൻബി എന്ന് പറയുന്ന യഹൂദൻ ക്രിസ്ത്യാനി അയാളാണ്. ജനറൽ അലൻബി പറഞ്ഞിട്ട് അലൻബി എന്ന് പറയുന്ന ആൾ യഹൂദ ക്രിസ്ത്യാനിയായി. അദ്ദേഹം ജനറലായിരിക്കെ സഖ്യകക്ഷികളുടെ പട്ടാളം നൈൽ നദിയുടെ തീരത്ത് നിന്ന്, പണ്ട് തുർക്കി സുൽത്താൻ പറഞ്ഞ നൈൽ നദിയിലെ വെള്ളം ഇവിടെ വീടും വന്നേക്കാന്, നൈൽ നദിയുടെ തീരത്ത് നിന്ന് അലക്സാണ്ട്രിയയിൽ നിന്ന് അവർ മുമ്പോട്ട് അഡ്വാൻസ് ചെയ്തു. കനാനിലേക്ക് പോകുന്ന വഴിത്ത് മരുഭൂമിയിൽ പട്ടാളക്കാർക്ക് വെള്ളം കിട്ടുവാൻ ചരിത്രം പറയുന്നത് നൈൽ നദിയിൽ നിന്ന് പമ്പ് വെച്ച് മൈൽ കണക്കിന് നീളത്തിൽ വെള്ളം കനാൻ നാട്ടിൽ വന്നു വീണു. തൻ്റെ വാക്കുകൾ അറം പറ്റുന്ന പോലെ ദൈവത്തിൻ്റെ മക്കളെ പട്ടാളം കടന്നു വന്നു. ചരിത്രം പറയുന്നു, അല്ലൻബി ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ജെറുസലേം നഗരത്തിനെതിരെ ഒരൊറ്റ വെടി ഉതിർക്കാതെ എനിക്ക് പട്ടണം പിടിക്കാൻ കൃപ തരണം. മുട്ടുമടക്കി പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ഹെലികോപ്റ്ററുകളിൽ, പ്ലെയിനുകളിൽ ലഘുലേഖകൾ ജെറുസലേം പട്ടണത്തിലാകെ വിതരണം ചെയ്തു. ഇതാ അപ്പറേ തുർക്കി സുൽത്താന്റെ പടകൾ അണിനിരന്നു, ഇപ്പറേ ജനറൽ അലൻബിയുടെ സൈന്യം അണിനിരന്ന് നിൽക്കുമ്പോൾ ആ ദിവസങ്ങളിൽ അവിടെ എല്ലാം ലഘുലേഖകൾ വിതരണം ചെയ്തു. ജനറൽ അലൻബി വരുന്നു. അദ്ദേഹത്തിന്റെ പേരിനെ മറ്റൊരു രീതിയിൽ അവിടെ വ്യാഖ്യാനിപ്പിക്കട്ടോ, അള്ളായുടെ നബി, ദൈവത്തിന്റെ പ്രവാചകൻ വരുന്നു എന്നൊരു ചിന്ത അവരെ കയറി അങ്ങ് പിടിച്ചു. ചേർത്ത് കർത്താവിനെ സ്തുതിക്കാം. മാത്രമല്ല അവരുടെ ഭാഷയിൽ അള്ളാ എൻ ബായ് എന്ന വാക്കിന്റെ അർത്ഥം ദൈവം നമുക്ക് പ്രതികൂലമെന്നാണ്. ഈ രണ്ട് ചിന്തകൾ അവിടെ വ്യാപരിച്ചെന്നാണ് പറയുന്നത്. എന്തുമാകട്ടെ, ജനത്തിലൊരു പരിഭ്രാന്തി ഉണ്ടായി. സ്തോത്രം. ഇദ്ദേഹം അണിനിരന്നപ്പോൾ നിങ്ങൾക്കറിയാമോ, തുർക്കി സുൽത്താൻ നാട് വിട്ടോടിപ്പോയി. സ്തോത്രം. അവിടെ സ്തോത്രം വെടിയുതിർക്കാനായി പരിപാടികൾ തുറക്കുമ്പോൾ തുർക്കി സുൽത്താന്റെ പക്ഷത്തിലെ പടയാളികൾ വെള്ളക്കൊടി ഉയർത്തി കാണിച്ചു, തോക്ക് താഴെയിട്ടു, മുട്ടുമുടക്കി കൈ ഉയർത്തി കാണിച്ചു. അങ്ങനെ ഒറ്റ വെടിവെക്കാതെ ദൈവമേ സ്തോത്രമെന്ന് പറഞ്ഞുകൊണ്ട് ആമേൻ ക്രിസ്ത്യാനിയായ ദൈവത്തെ വിളിക്കുന്ന ദൈവപൈതലായ അല്ലൻബിയുടെ കാൽ ആദ്യമായി ജെറുസലേം പട്ടണത്തിലേക്ക് കടന്നു. എന്നാൽ ഇനി മറ്റൊരുവൻ വരാൻ പോകുകയാണ്. മഹത്വത്തിന്റെ രാജാവ് വരാൻ പോകുകയാണ്. ഓ പണ്ടയുള്ള വാതിലുകളെ, നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കാൻ പോകുന്നു. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ദൈവത്തിന്റെ മക്കളെ, അന്ന് തുടങ്ങിയതാണ്. ലോക രാജ്യങ്ങളിൽ നിന്നെല്ലാം യഹൂദൻ മടങ്ങി വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ കൊച്ചി മട്ടാഞ്ചേരിയിൽ ചെന്നിട്ട് ഇനി 12 പേരെ അവിടെ ഉള്ളൂ. കഴിഞ്ഞ പോലെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും യഹൂദൻ ചേക്കേറിക്കൊണ്ടിരിക്കുന്നു. എന്തിനെന്നറിയാമോ? അവരുടെ മശിഹായെ സ്വീകരിപ്പാൻ. അവരാദ്യം വഞ്ചിക്കപ്പെടും. എതിർ ക്രിസ്തുവാണ് അവരുടെ ക്രിസ്തു എന്നവർ തെറ്റിദ്ധരിച്ച് കുറെ നാൾ എതിർ ക്രിസ്തുവിനെ സേവിക്കും. പക്ഷെ ഇന്ന് യഥാർത്ഥ ക്രിസ്തുവിനെ സേവിക്കുന്ന ദൈവമക്കൾ എത്ര അനുഗ്രഹീതരാ. എല്ലാ കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിയാട്ട്, അവന്റെ അഭിഷേകം പ്രാപിച്ചാട്ട്, എല്ലാ ഉള്ളങ്ങളും തുറന്നാട്ട്, കണ്ണു തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട്. 1948 നിങ്ങൾക്കറിയാമോ, യഹൂദനെ ലോകരാഷ്ട്രങ്ങളൊന്നും അംഗീകരിച്ചില്ല.
വർഷങ്ങളെടുത്തു. ലോകരാഷ്ട്രങ്ങളെല്ലാം ഐക്യരാഷ്ട്രസഭയിൽ ആരും അവർക്ക് മുദ്രണം കൊടുത്തില്ല. എന്നാൽ അവരുടെ അംഗീകരണം എന്ന വചനം പറഞ്ഞ പോലെ ദൈവം അവരെ അംഗീകരിച്ചപ്പോൾ ലോകവും അവരെ അംഗീകരിക്കേണ്ടി വന്നു. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം അവരാണെന്ന് മറക്കരുത്. സഖരിയ പ്രവചനം പറയുന്നു, അന്ത്യകാലത്ത് യെരൂശലേമിനെ ഞാൻ സകല രാജ്യങ്ങൾക്കും ഒരു തലവേദനയായിട്ട് വെക്കുമെന്ന് വെച്ചിട്ടുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അങ്ങനെയാണോ അല്ലയോ? അങ്ങനെയല്ലേ? അവനെ ചുമക്കുന്നവരെല്ലാം കഠിനമായി മുറിവേക്കും എന്ന് സഖരിയാവ് 12 പറയുന്നു. അന്ത്യകാലത്ത് PLOയും അവരും ഒരു തലവേദനയായിരിക്കുമ്പോൾ ഇതെല്ലാം ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. സമാധാന പ്രഭു നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. 1948 യഹൂദനെ UN അംഗീകരിച്ച് ഒപ്പിട്ടു. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. അത് ദൈവത്തിന്റെ പദ്ധതി. എന്നാൽ ദൈവം മറ്റൊരു രാജ്യം സ്ഥാപിക്കുന്നു. ഇന്നേക്ക് 2000 വർഷം മുമ്പ് സ്വർഗത്തിലെ കൗൺസിൽ കൂടി ഒപ്പിട്ടൊരു രാജ്യമുണ്ട്. അത് ദൈവരാജ്യം അത്രേ. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. യഹൂദൻ ഇന്നും തലവേദന മാറിയിട്ടില്ല. യഹൂദൻ ഇന്നും തോക്ക് താഴെ വെക്കാൻ ഇടപെടുന്നിട്ടില്ല. എന്നാൽ നിന്റെ വാൾ ഉറയിലിടുക എന്ന് യഹൂദനോട് പറഞ്ഞ യേശു ഇന്നിവിടെ വന്നിട്ടുണ്ട്. നിന്റെ വാൾ ഉറയിലിടുക. സമാധാനത്തിന്റെ രാജാവിനായി ജീവിതം വിട്ടുകൊടുത്താട്ട്, കേസ് കൊടുക്കണ്ട, വഴക്കുണ്ടാക്കണ്ട. ആ യേശുവിനെ ഹൃദയത്തിലോട്ട് സ്വീകരിച്ചാട്ട് ഇന്നവൻ നിന്നെ അനുഗ്രഹിക്കാൻ പോകുക. എല്ലാ കരങ്ങളും ഉയർത്തി രാജാവിന് സ്തുതി കൊടുത്താട്ട്, അല്പസമയം കരങ്ങൾ അടിച്ചുകൊണ്ട് ഈ രാജാവിന് മഹത്വം അർപ്പിച്ചാട്ട്, വേഗം വരാൻ പോകുന്ന രാജാവിന്